ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഖത്തോടം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷന് മുന്നിലായിട്ടാണ്. അപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ ടീംമേറ്റ്സിനെ എല്ലാം മീറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അതുപ്രകാരം എൻ്റെ ടീംമേറ്റ്സ് അവർ വരാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഇപ്പം സമയം 6 മണിയായി. ഒരു 8 മണിയോട് കൂടിയിട്ട് ടീംമേറ്റ്സ് എല്ലാം വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടീം മെമ്പേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ക്യാപ്റ്റൻ രാജുബിയ. ഇത് 2 ഷെർപ്പയാണ്. ഇത്ര നമുക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങളാണ് നമ്മുടെ റോപ്പ്, ഫുഡ് ഐറ്റംസ്, നമ്മുടെ സേഫ്റ്റി ആങ്കേഴ്സ്, ടെൻറ്റ് എന്ന് വേണ്ട ഇതെല്ലാം ഉണ്ട്. നമ്മുടെ ബാഗ് കാര്യങ്ങളെല്ലാം ഇതാണ്ട് ഇവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഫുള്ളായത്. ബ്രില്യൻ ട്രയൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ടീംമേറ്റ്സ് എല്ലാവരും മുൻഷേരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ലേറ്റായി നമ്മൾ കഥോടത്തു നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ അതേപോലെ നമുക്ക് കുറേ ലഗേജ് കാര്യങ്ങളെല്ലാം നമുക്ക് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു നല്ല രീതിയിൽ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴും കുറച്ച് ലേറ്റായിപ്പോയി. അപ്പം ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ മുൻഷേരിയിൽ എത്തുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ രാത്രിയാകും അത് അവിടെ ചെല്ലുമ്പം. അപ്പോൾ ഈ വർഷത്തെ നമ്മളുടെ എക്സ്പെഡിഷൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ലോങ് സ്റ്റാഫ് കോളാണ്. ലോങ് സ്റ്റാഫ് കോൾ അത് ഉത്തരാഖണ്ഡ് ജില്ലയിലെ നന്ദാദേവി പർവ്വതത്തിൻ്റെ ഒരു റിഡ്ജാണ്, ഒരു സൈഡാണ്. അപ്പോൾ നന്ദാദേവി ക്ലൈംബ് ചെയ്യാൻ പോകുന്നത് ഈ ലോങ് സ്റ്റാഫ് കോൾ കഴിഞ്ഞിട്ടാണ്. അപ്പം ലോങ് സ്റ്റാഫ് കോൾ നമ്മൾ സക്സസ് ആയിട്ട് ക്ലൈംബ് ചെയ്യുക, ഇതാണ് നമ്മളുടെ ഈ വർഷത്തെ പ്ലാൻ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മുൻഷേരിയിൽ ഇപ്പോൾ ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ്. ഇന്നലെ രാത്രി ഞങ്ങളിവിടെ എത്തി. ഇപ്പോൾ രാവിലെ ഞങ്ങളിപ്പം എഴുന്നേറ്റ് വന്ന് വെളിയിലോട്ട് വന്നപ്പോഴുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പീക്ക് ഉണ്ടല്ലോ, അങ്ങോട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നേരെ മുന്നിൽ കാണുന്ന ആ പീക്സ്, അതാണ് പഞ്ചചൂളി പീക്സ് ആണത്. ഈ ഭയ്യമാർ ഇവിടുത്തെ ലോക്കൽസാണ്. ഉത്തരാഖണ്ഡിലെ പഹാഡി ലാംഗ്വേജാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാന് എന്ന് വെച്ചാൽ നാളെ കൊണ്ടുപോകേണ്ട നമ്മുടെ ലഗേജ് കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് വെയിറ്റ് ഡിവൈഡിങ് ആണ്. അപ്പോൾ നമുക്ക് വേറെ സെപ്പറേറ്റ് 10 പോട്ടർ ഭയ്യമാരും കൂടെ വരുന്നുണ്ട്. അവർ ബേസ് ക്യാമ്പ് വരെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വേണ്ട ലഗേജ് നമുക്ക് കൃത്യമായിട്ട് എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് എല്ലാവരും. आपका कहाँ तक जाने का लक्ष्य है दादा? ये साल हम लोग प्लान किए हैं कि लॉन्ग स्टाफ कॉल, जो कि नंदा देवी ईस्ट का कैंप 1 माना जाता है, लॉन्ग स्टाफ कॉल तक चढ़ने का हम लोग का इरादा है. उसके बाद लॉन्ग स्टाफ कॉल अगर हम लोग का सक्सेस रहा नंदा माँ की कृपा से, तो हम लोग नीचे आके फिर पाँचू कॉल क्रॉस करके हम लोग पाँचू ग्लेशियर से नीचे आएंगे बुरफू गांव तक. तो ये पाँचू कॉल जो है ये इंडिया में अब तक सिर्फ 2 ही आदमी क्रॉस किए हैं, वो भी काफ़ी पहले. तो ये अगर हम लोग रूट कंप्लीट कर लेते हैं तो हम लोग 2002 में ट्रेल्स पास किए थे. तो हमारा पूरा जो रूट है पिंडार वैली से लेके अप टू मिलाम वैली तक हमारा ये पूरा रूट ट्रैवर्स हो जाएगा. अच्छा, आपके साथ कितने मेंबर हैं? हमारे टीम में कुल 7 मेंबर हैं और भारत के चारों कोनों से सब मेंबर्स आए हुए हैं. हमारे साथ चंद्रमौली जी है. चंद्रमौली जी ये बिलोंग करते हैं ऋषिकेश से. इसका असली घर लखनऊ, ये लखनऊ से है. ये हमारे टीम के एक फीमेल मेंबर है, ओनली 1, रूना मैडम, रूना दे. ये कलकत्ता से बिलोंग करते हैं. ये जिबिन जोसेफ है, जिबिन केरला से बिलोंग करते हैं, बट नौकरी का तौर पे ये दिल्ली में रहता है. ये हमारे सुमंतो बोस है. सुमंतो कलकत्ता में रहता है, ये भी बंगाली है. ये है मयूक बिलोंग करता है कलकत्ता से, लेकिन वो बीर में रहता है अभी फ़िलहाल अपना काम के सिलसिले में. ये हमारे हैं श्री कुमार, ये तमिलनाडु से बिलोंग करते हैं. और मैं राजू चक्रवर्ती, मैं वेस्ट बंगाल से बिलोंग करता हूँ. तो जैसे आप टीम देख रहे हो, ये टीम हमारा पूरे इंडिया का चारों तरफ से आया हुआ है. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് രാവിലെ. ഇപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഫുൾ റെഡിയായി. 3:30 എഴുന്നേറ്റ് റെഡിയായി നിൽക്കുന്നതാണ്. ഇപ്പോൾ 2 വണ്ടിക്കുള്ള സാധനങ്ങളാണ്, കൊണ്ടുപോകുന്ന സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു. ഫസ്റ്റ് വണ്ടിയിൽ ഞങ്ങൾക്ക് വേണ്ട ഗ്രോസറി ഐറ്റംസ് ഒക്കെയാണ്. ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഇന്ന് മുൻഷേരിയിൽ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം മുൻഷേരിയിൽ നിന്ന് ഒരു 10-30 കിലോമീറ്റർ ഇന്ന് നമ്മൾ വണ്ടിയിൽ പോകും.
വണ്ടി ഇപ്പോൾ ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് നമ്മൾ ഫുള്ള് ട്രക്കിംഗ് ആണ് നടത്തുവാണ്. റീൽ കോട്ടിലെത്തുക വൈകിട്ടാകുമ്പോഴേക്കും. അപ്പോൾ അതാണ് നമ്മളുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലീലം എന്ന് പറയുന്നൊരു വില്ലേജ് ഉണ്ടായിരുന്നു. ആ വില്ലേജ് നമ്മൾ കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2022 പോന്നപ്പം ഇതിലെ ഈ റോഡൊന്നും ഉണ്ടായിട്ടിരുന്നില്ല. അതിന് ശേഷം പണിതാണ്. ഇപ്പോൾ ഈ കാണുന്ന ഈ മലയുടെ മുകളിൽക്കൂടെ ഒരു നടപ്പാതയുണ്ട്. അപ്പോൾ അതിലെ ആയിരുന്നു നമ്മൾ ഫുള്ള് നടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് അതിലേ പോകണ്ട. റോഡ് പണിതുകൊണ്ട് നമുക്ക് ഭയങ്കര എളുപ്പമുണ്ട്. നമുക്ക് ഏകദേശം 2 ദിവസം നമുക്ക് ലാഭിക്കാം റോഡുള്ളതുകൊണ്ട്. ഇത് കുറേ ഡേഞ്ചറായിട്ടുള്ള വഴിയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് അപകടങ്ങളൊക്കെ നടക്കുന്നതാണ്. അതായത് സ്റ്റോൺ ഷൂട്ടിങ്, ലാൻഡ് സ്ലൈഡൊക്കെ ആയിട്ട് കുറേ അപകടം നടക്കുന്ന ഒരു ഏരിയ ഇത്. എങ്ങോട്ടോ സാധനമൊക്കെ ആയിട്ട് പോകുന്ന ഒരു കോവർക്കഴുതയുടെ കൂട്ടം. ഇവിടെയുള്ള ഈ ലോക്കൽസിൻ്റെ ഒരു പ്രധാന വരുമാന മാർഗ്ഗമാണ് ഈ കോവർക്കഴുത എന്ന് പറയുന്നത്. കാരണം ഈ റൂട്ടെന്ന് പറയുന്നത് നമ്മുടെ ചൈനയുടെ അല്ലെങ്കിൽ ടിബറ്റിൻ്റെ ബോർഡറിലേക്ക് വന്ന റൂട്ടാണിത്. ഇപ്പം റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്, കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇപ്പോഴും അങ്ങ് ആർമി അവിടെ ചൈന ബോർഡറിലുള്ള ആർമിയുടെ അല്ലെങ്കിൽ ITBPയുടെ ക്യാമ്പിലോട്ടൊക്കെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കോവർക്കഴുതയുടെ പുറത്ത് അല്ലെങ്കിൽ തലച്ചുമടായിട്ട് മാത്രമേ എത്തിക്കാൻ പറ്റത്തുള്ളൂ. ആ റോഡിൻ്റെ മുകളിലൊരു മണ്ണിടിഞ്ഞത് പോലെ കണ്ടോ? ഈ റോഡ് വരുന്നതിന് മുമ്പ് അതിലെയാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരുന്നത്. നടപ്പാതയാണത്. ഈ റോഡ് കണ്ടു കഴിഞ്ഞാൽ പേടിയാവും. ഉണ്ടോ? ഇപ്പോൾ ഇങ്ങോട്ട് ഇടിഞ്ഞ് വീഴുമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ലോറി ഒന്നും പോകുമെന്ന് തോന്നുന്നില്ല. അതിന് മാത്രമുള്ള ഹൈറ്റ് ഇല്ല. കുറച്ചുകൂടെ ശരിയാക്കുമായിരിക്കും. ഈ റൂട്ട് അതിന് ഒരുപാട് ചരിത്ര പ്രധാനമുള്ള ഒരു റൂട്ടാണ്. അതായത് ഇന്ത്യ ടിബറ്റ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വ്യാപാരബന്ധം നിലനിന്നിരുന്ന റൂട്ടാണിത്. അന്ന് ഈ വാരണാസി എന്നൊക്കെയുള്ള തുണികളും ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഉപ്പ്, പ്രധാനമായിട്ട് ഈ രണ്ട് ഐറ്റംസ് ടിബറ്റിലേക്ക് പോയിക്കൊണ്ടിരുന്നൊരു പാതയാണ് ഇത്. ഇവരെന്തോ ലോക്കൽ ഭാഷയിൽ ഇവിടുത്തെ ലാംഗ്വേജ് സംസാരിക്കുന്നത്. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ വേറൊരു വണ്ടിക്കാരനോട് ചോദിച്ചത് ഈ റോഡിനെ കുറിച്ചാണ്. റോഡ് എവിടം വരെ ഉണ്ട്, എങ്ങനെ ഉണ്ട്, മുമ്പോട്ട് എത്ര വരെ പോകുന്നതാണ് ചോദിച്ചത്. അപ്പം ആ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത് ഇനി അധികം പോകത്തില്ല, കുറച്ച് ദൂരം വരെ മാത്രമേ പോകത്തുള്ളൂ എന്നാണ്. അപ്പം നമ്മുടെ അടുത്ത് ഒരുപാട് ലഗേജ് കാര്യങ്ങൾ, റേഷൻ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം ഇവിടുന്ന് ചുമന്നുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് വണ്ടി എവിടം വരെ പോകും, നമുക്ക് അവിടം വരെ പോയിട്ട് അവിടുന്ന് ചുമന്നുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോവുകയാണ്. ഭയങ്കര ഡേഞ്ചർ റോഡാണ് കേട്ടോ കണ്ടിട്ട് തന്നെ. ഈ ഒന്ന് പണി കുറച്ചുകൂടെ വല്ലതും ലെവൽ ചെയ്ത് വരുമായിരിക്കും സൈഡ്. ഇത് കണ്ടട്ടെ, ഈ അവതാർ സിനിമയിൽ കാണുന്ന കുറേ മലനിരകളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ കുത്തനെ ഇങ്ങനെ നിൽക്കുന്നത്, നമ്മുടെ കൈ ഇങ്ങനെ ഉയർത്തി പിടിച്ചു കഴിഞ്ഞാൽ ഏകദേശം അതേപോലെയാണ് ഇവിടുത്തെ ആ പ്രകൃതി കണ്ടു കഴിഞ്ഞാൽ. ഇവിടം വരെ ഇനി വണ്ടി പോകും. ഫ്രണ്ടിൽ അവിടെ വെച്ച് റോഡ് എൻഡാവുകയാണ്. ഇപ്പോൾ ഇവിടെ മുതൽ നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്ത് നമ്മുടെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കാണുന്ന ഇത് കണ്ടോ, ഇങ്ങനെ വന്നിട്ട് ഇതിലെ വന്നത് ഇടയ്ക്കൊരു ഗ്യാപ്പ് കണ്ടോ, അതിലെ ആണ് ഞങ്ങൾ പഴയ 2022 ട്രയൽ പാസ് കഴിഞ്ഞിട്ട് വന്നപ്പം ഞങ്ങൾ കയറിപ്പോയത്. ആ വഴി അതിലെയാണ്. ആ സമയത്ത് ഇതിലേക്ക് പണി ഇങ്ങനെ ഇവിടം വരെ ഒന്നും എത്തിയിട്ടില്ലായിരുന്നു. ഇപ്പം നല്ല ഫാസ്റ്റായിട്ട് വഴി ഏകദേശം ഇവിടം വരെ എത്തി. ലീലം വില്ലേജ് ഇങ്ങനെ കയറിയിട്ട് ലീലം വില്ലേജിൽ ഇറങ്ങി അവിടുന്ന് ഏകദേശം ഒരു എനിക്ക് തോന്നുന്നൊരു 3-4 മണിക്കൂറത്തെ ഫുള്ള് നടത്തമുണ്ട്. 4 അല്ലെങ്കിൽ 5 മണിക്കൂറുണ്ട്. അത് അത്രയും സേവ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. വഴിയുണ്ടോണം, ഇവിടെ പണി നടക്കുന്നേ ഉള്ളൂ. റോഡാണ്, അപ്പോൾ റോഡിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ. സൂക്ഷിച്ച് നടക്കണം. കല്ല് മൊത്തം ലൂസാണ്. ചവിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ സ്ലിപ്പാകുമോ. എനിക്കാണെങ്കിൽ റബ്ബത്താൻ പറ്റി. ഞാൻ വാക്കിംഗ് സ്റ്റിക്ക് എടുത്തില്ല, മറന്നുപോയി. ഇനി വല്ല കമ്പും എല്ലാം കിട്ടുവാണെങ്കിൽ അത് ഒടിച്ച് കുത്തി നടക്കാം.
എൻ്റെ പൊന്നോ, ഇതിലേക്ക് സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, ഒന്ന് സൈഡിലോട്ട് വല്ലതും വീണ് കഴിഞ്ഞാൽ തീർന്നു. ഇവിടുത്തെ ലോക്കൽസായിട്ട് ആളുകളാട്ടോ ഇത്. ക്യാപ്റ്റനാണ് ഇത് മുന്നായി പോകുന്നത് ഇത്. അപ്പോൾ ഇവിടെ അതൊന്നും റോഡ് പണി എത്തിയിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് വെച്ച് റോഡ് പണി നടക്കുന്നേ ഉള്ളൂ. 2-3 വർഷത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നു മൊത്തം കംപ്ലീറ്റ് ആകുമായിരിക്കും. ഈ വലതിൽ കാണുന്ന നമ്മൾ വലത് സൈഡിൽ കാണുന്ന റിവറിൻ്റെ പേരാണ് ഗൗരിഗംഗ. ഇത് മിലാൻ ഗ്ലേഷ്യറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു റിവറാണ്. അപ്പോൾ അവിടെയുള്ള ഒരു വില്ലേജാണ് ഗൗരി വില്ലേജ്. അപ്പോൾ ആ വില്ലേജിൻ്റെ പേരിലാണ് ഈ റിവർ അറിയപ്പെടുന്നത്. അപ്പോൾ എൻ്റെ ബാഗിന് ലഗേജിന് ഏകദേശം 23 കിലോ വെയിറ്റ് ഉണ്ട്. അപ്പോൾ അത്രയും കിലോ വെയിറ്റ് കൊടുത്തിട്ട് ഈ ഇതിലേ നടക്കാമെന്ന് പറയുന്നത് ഇച്ചിരി ടഫാണ്. അപ്പം പോരാത്തതിൻ്റെ ഓക്സിജനും കുറവാണ്, ശ്വാസം എടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ബ്രീത്തിങ്ങിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. ചെറിയൊരു വാട്ടർ ക്രോസിങ്. ഈ ഇറക്കം ഇറങ്ങുന്നതാണ് ഏറ്റവും വലിയ പണി. കാലിന് കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ടി വരും. കയറ്റമാണെങ്കിൽ പറയുന്ന വിഷയമൊന്നുമില്ല. എൻ്റെ അമ്മ, ഇതിലേക്ക് കുതിരയൊക്കെ ഇറങ്ങി വരുന്നു. ഒരു കടയുള്ളടത്ത് എത്തി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ട്രയൽ പാസ് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഈ മേളിൽ കാണുന്ന ഈ കടയുണ്ട്, അവിടെയാണ് സ്റ്റേ ചെയ്ത്. ഹലോ, ഇവിടെ പണി നടക്കുക. ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ടെല്ലാം പണി നടക്കുന്നുണ്ട്. ഇങ്ങോട്ടൊന്ന് കഴിഞ്ഞ വർഷം വന്ന് കഴിഞ്ഞപ്പോൾ പണി ആയിട്ടില്ലായിരുന്നു. ഇവിടെ നിന്ന് ഇപ്പോൾ 2 വർഷം മുമ്പ് വന്നപ്പോഴേക്ക് പോയി. 2 വർഷം കൊണ്ട് ഒരു നല്ല രീതിയിൽ വഴി പണിതിട്ടുണ്ട് റോഡ്. വലിയൊരു ഷെപ്പേഡ് ടീം പോകുന്നുണ്ട് മുന്നിൽ. ITBPയുടെ വണ്ടി ലോറി ഇറങ്ങി വരുന്നുണ്ട്. തിരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് അതിൽ കയറി പോകാൻ പറ്റും. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ വന്നപ്പോൾ അങ്ങനെ ITBPയുടെ ഒരു വണ്ടി ഇതിൽ പോന്നു കഴിഞ്ഞപ്പം ഞങ്ങളതിന് ലിഫ്റ്റ് അടിച്ച്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ റോഡ് ഇടയ്ക്ക് വെച്ചൊന്നും റോഡില്ല, ഇപ്പോൾ ഇവിടെ എങ്ങനെ ലോറി വന്നതെന്ന്. അതിവിടെ ഹെലികോപ്റ്ററിനെ കൊണ്ട് ഇറക്കുന്നതാണ്. ഇവിടെ ഹെലിപ്പാഡുണ്ട് റീൽ കോട്ടിൽ, അപ്പോൾ അവിടെ കൊണ്ട് ഇറക്കും. അങ്ങനെ ഈ ലോങ് ബ്രീത്ത് എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് ഓക്സിജൻ്റെ അളവ് മുകളിലോട്ട് പോകുന്നതും കുറഞ്ഞു വരികയാണ്. പിന്നെ ഇത്രയും ലഗേജ് എടുത്തിട്ട് നമ്മൾ ഇതിലെ വീഡിയോ എടുത്ത് നടന്ന് സംസാരിച്ചുകൊണ്ട് വേണം വരാൻ. അപ്പോൾ ശ്വാസം കിട്ടുന്നില്ലാത്തതുകൊണ്ടാണ് ലോങ് ബ്രീത്ത് എടുക്കുന്നത്. ആടിൻ്റെ മുകളിൽ വെയിറ്റ് വെച്ച് കെട്ടിയിട്ട് കൊണ്ടുപോവുക. അവർക്ക് എടുക്കേണ്ട സാധനങ്ങൾ, വലിയ ആട് കാണും, അപ്പം അതിൻ്റെ മുകളിൽ വെച്ച് കെട്ടി വിടും. ഈ ആടിൻ്റെ ഒരു കാലെന്താണ് ചൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ, വെച്ച് കെട്ടിയിരിക്കുക. ഒരു പുള്ളിക്കാരി എടുത്തുകൊണ്ട് പോകുന്ന വെയിറ്റ് കണ്ടോ, ഒരു ചേച്ചിയാണ്. എന്താ പൊന്നോ, ഇത് വേറൊരു കൂട്ടർ ആടിനെ കൊണ്ട് പോകുന്നത്. ഇവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ആടിനെ മേയ്ക്കാനായിട്ട് ഇങ്ങനെ മുകളിലോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. ഇതാണ് ബുഗുഡിയാർ. അപ്പോൾ ഞങ്ങൾ ബുഗുഡിയാറിലെത്തി. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ പേപ്പറും പെർമിഷനും ഇതെല്ലാം കാണിക്കണം. ഇവിടുന്ന് 2 ബയ്യാമാരെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇവരുടെ കൂടെ പോകുന്നത്. ഇപ്പം ഇവരുണ്ട്, ആടുമുണ്ട്. भैया फिर ये बकरी का क्या करोगे? ऐसे चुगाएंगे वहाँ रिपोर्ट में ना हाँ। उसका काम मतलब इनका ऊन काटते हैं, बाल मतलब बाल बेचते हैं। बाल बेचते नहीं लोग, क्या कहते हैं पंजाब शर्ट बनाते हैं मतलब। अच्छा, आप लोग बनाते हैं? मतलब गाँव में बनाते हैं हमारे। ओके। और उसके बाद क्या कहते हैं जो इनके छोटे से बच्चों को बेचते हैं। अच्छा, बच्चों को बेचते हैं? हाँ, बाद में मतलब वो बताते हैं। अच्छा,
फिर और कितना महीने के बाद नीचे हमारा आओगे? पूरा रूट इसी में मतलब वोट है, मतलब खर्चा पानी इसी निकालते हैं मतलब। अच्छा अच्छा, इसी में। हाँ। ओके, अभी पूरा कितना बिक रही है? अभी सब 500 होगा। 500। अच्छा, आज कहाँ से निकला आप लोग? आज लीलम, लीलम से। ओके, फिर रुकेंगे आप बख्तियार में, अच्छा, फिर कल यहाँ से रिपोर्ट। ओके ओके। अच्छा, आज यहाँ रुकोगे? हाँ, ये हमसे आगे के ये प्रोग्राम की हेल्प की। फिर कितना महीने के बाद नीचे आओगे? आएंगे वो चाहते हैं अगस्त में आएंगे हम, लास्ट। अगस्त में? अच्छा, फिर तब तक रहने खाना वगैरह ये तो लेके घोड़ों में भी जाएगा, ये भी जा रहे हैं ना, अभी लेके जा रहे खाना तब तक रहने का? और पहले ही चले गया वहाँ ओके, घोड़े में। अच्छा, घोड़ा में लेके आ रहे हैं। ഇവർ പറഞ്ഞത് ഇനി ഓഗസ്റ്റ് വരെ മേളിൽ തന്നെ ആയിരിക്കും. ഇപ്പം ഇന്ന് ബുഗുഡിയ അറുപ്പി കാണുന്ന ഫ്രണ്ടിൽ അവർ അവിടെ താമസിക്കും. അത് കഴിഞ്ഞ് റീൽക്കോട്ട് അധികം സംസാരിക്കാൻ വയ്യ, നടന്ന് മടുത്തട്ടെ. ആടിൻ്റെ രോമം വിൽക്കും, ആടിനെയും വിൽക്കും. അപ്പോൾ അതാണ് ഇവരുടെ ഉപജീവന മാർഗം എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ബുഗുഡിയാറിലെത്തി. ഇതാണ് ആർമിയുടെ ചെക്ക് പോസ്റ്റാണ് ഇത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് പോസ്റ്റിൽ നമ്മൾ പേപ്പർ വർക്കെല്ലാം നടത്തി കഴിഞ്ഞു. അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്, പക്ഷേ വളരെ കുറവാണ്. ടൂറിസ്റ്റുകളൊക്കെ പ്രതീക്ഷിച്ചത് ഇവിടെ ആരാണ്ടൊക്കെ ട്രക്കിങ്ങിന് വന്നിട്ടുണ്ടാകും. ഇപ്പോൾ അവരുടെ ബാഗേജും അതുമൊക്കെ കാണാം ഇവിടെ. അതായത് നന്ദാദേവി ബേസ് ക്യാമ്പ്, പിന്നെ മിലാൻ ഗ്ലേഷ്യറൊക്കെ പോകാനായിട്ട് വരുന്ന ട്രക്കിങ്ങിന് പോകുന്ന ആൾക്കാരുണ്ടല്ലോ. എന്നിട്ടോ ഒന്നും ആടുകളെല്ലാം വരുന്നുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. എല്ലാം ചെതറി. അവിടെ ITBPയിലെ ഓരോ ഓഫീസേഴ്സ് പോകുന്നുണ്ട്. വളരെ സങ്കടകരമായിട്ടുള്ളൊരു വാർത്ത. ഈ സാറിൻ്റെ 2022 ഞാൻ ട്രക്കിംഗ് കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ ബിജു സാറിനെ കണ്ടിട്ടുള്ള ഞങ്ങൾ ഒന്നിച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ദൈവമേ, വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ച പോകുന്ന വഴിക്ക് കാണുന്നത്. അദ്ദേഹം ആ സാറിന് ഞാൻ അത് കണ്ടോ, ഈ നാഹർദേവി, ഇത് ഇവിടെ ഈ നാഹർദേവിയിൽ ഇവിടെ കാണുന്ന ഒരു ക്യാമ്പ് ഇവിടെയായിരുന്നു സാറിൻ്റെ ഇത്. അപ്പം സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ വർഷം തിരിച്ചു വന്നപ്പം ഇതാണ് ഇവിടെ കാണാൻ പറ്റിയത്. വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് കാണുന്നത്. ബിജു സാറ് താമസിച്ചിരുന്ന ക്യാമ്പിൻ്റെ അടുത്തെത്തി. ഇപ്പം ഞാൻ ബിജു സാറിനെ കണ്ട ഇവിടെ വെച്ചായിരുന്നു. ഞാനിവിടെ ഒരു കടയിൽ ചായ കുടിക്കാൻ കയറി. എന്തായാലും പറഞ്ഞു ഇവിടെ ഒരു മലയാളിയുണ്ട്, ഞാൻ കേരളത്തിൽ നിന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പരിചയപ്പെടുത്തി തന്നതാണ്. ഇവിടെയായിരുന്നു സാറ് താമസിച്ചിരുന്നത്. ഇതിനകത്ത് കൊണ്ട് എവിടെ പോയിരുന്ന് ചായയൊക്കെ ഉണ്ടാക്കി തന്ന് സാറ് ഞങ്ങളെ കൊണ്ട് വിളിച്ച് ഇവിടുന്ന് ഫുഡൊക്കെ മേടിച്ച് തന്നായിരുന്നു. പക്ഷേ ഈ വർഷം വന്നപ്പോൾ ഒരു ദുഃഖകരമായ വാർത്തയാണ്. ഇതെല്ലാം നമ്മുടെ ടീംമേറ്റ്സ് ആണ്. എല്ലാവരും മീറ്റ് ചെയ്തു. അപ്പം ഇന്ന് ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ ക്യാമ്പ്.
सुमन दादा, स्टाइलिश सुमन दादा, बॉलीवुड स्टार नहीं हुआ। ये बॉलीवुड स्टार है। वो हेलीकॉप्टर ഇതാണ് നാഹർ ദേവി. ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഇത് ഫസ്റ്റ് ക്യാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന കടയിൽ ഞാൻ പോയി ചോദിച്ചു ആ സാറിന് എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോൾ ഈ കടക്കാരനാണ് പറഞ്ഞത്. അതായത് ആ സാർ ഇവിടെ JCB ഓപ്പറേറ്ററായിട്ടാണ് ITBPയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഡ്യൂട്ടിക്കിടയിൽ അദ്ദേഹത്തിൻ്റെ JCBയുടെ മുകളിലേക്ക് വലിയൊരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം മരണപ്പെട്ടതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ പല ഓഫീസർമാരുടെയും അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന പല ആളുകളുടെ ജീവത്യാഗത്തിൻ്റെ ഫലവും കൂടിയായിട്ടാണ് ഇതുപോലെയുള്ള പല റോഡുകളും. तो क्या ये मेरा नंगा फोटो फेसबुक में छोड़ेगा? वो भी उतार दो। तू बस तू नेटवर्क में चल और तू बस मेरा देखते रहो। फिर रात को फोन करके मत बताना राजू भैया सो गए। अगर वो फोन करेगी ना तो जरा ये बताना। फिर मैं कुछ बोला नहीं है। देखना ना मैं क्या करता हूँ। അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേയിൽ ട്രെക്കിങ്ങിൻ്റെ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്ന് നമുക്ക് എല്ലാവരോടും ചോദിച്ചു നോക്കാം. അത് നമ്മുടെ ക്യാപ്റ്റൻ രാജു ഭായിയോട് ചോദിക്കാം. कैप्टन जी कैसा है फर्स्ट डे आपका एक्सपीरियंस? No, it was a nice experience. हाँ रोड इज ओके. ओके रोड तो बन जा रहा है अभी फिलहाल. तो गाड़ी से आधा रास्ता आ गए तो बाकी आधा चल के आराम से आ गए. Started at 6:30, reached here around 10:30. ശ്രീ ഉണ്ട്, നമുക്ക് ശ്രീയോട് ചോദിച്ചു നോക്കാം. ശ്രീ, It was a good trek, good scenery, good views, very hospitable people. I advise everyone to please come and then support the local people. Be a responsible tourism. That's it. Please don't throw plastics here. It's a very beautiful place. Don't destroy it by over tourism. Be a responsible tourist. Come here, come to Uttarakhand, Devbhoomi. Very beautiful place. Thank you. बहुत अच्छा है अस्कते। छोटा सा ये है, अभी तो रोड बन गया। 2 साल पहले हम लोग जब टेल्स बस के समय आया था उस टाइम रोड नहीं था। अभी टोटल रिलकुट तक रोड बन गया तो सही है, नॉर्मल है। आगे देखते हैं क्या है। കുറേ ആൾക്കാർ അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അവരെയൊക്കെ ഇങ്ങനെ കണ്ട് പരിചയപ്പെട്ടു. ITBPയുടെ വണ്ടി പോവുക. അതിനകത്ത് ഇവിടെ കണ്ട കുറേ ആൾക്കാരെല്ലാം കയറ്റിക്കൊണ്ട് ഓൾറെഡി അതിനകത്ത് ഫുള്ളാണ്. എന്നാലും ആൾക്കാരെ മൊത്തം കയറുന്ന ആൾക്കാരെ മൊത്തം ഇവർ കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. ഇപ്പം നഹർദീപിൽ ഞങ്ങളുടെ ഫസ്റ്റ് ക്യാമ്പിംഗ് ആണ്. ഇവിടെ 2 ടെൻ്റ് അടിച്ച്, ഇത് കിച്ചൺ ടെൻ്റാണിത്. ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ള പരിപാടികളൊക്കെ ഇവിടെ ഓരോന്ന് സ്റ്റാർട്ട് ചെയ്തു.